ഹലോ, എല്ലാവർക്കും ഹെൽത്തി പീപ്പിൾ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിനോദ് തിരുവല്ല. നമ്മളിന്ന് നമ്മളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നത് ഒരു യുവ ഡോക്ടറാണ്, ഡോക്ടർ അനു മോഹൻ. ഡോക്ടറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജിൽ നിന്ന് BAMS ഡിഗ്രി എടുത്തു. അതിനുശേഷം ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്തു നിന്ന് ദ്രവ്യഗുണ വിജ്ഞാനത്തിൽ MD എടുത്തു. കുറച്ചു കാലം സർദാർ അജിത് സിംഗ് മെമ്മോറിയൽ കോളേജ് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് ഹോസ്പിറ്റൽ ഭോപ്പാൽ മധ്യപ്രദേശിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഉയർന്നു വരുന്ന ഒരു യുവ ഡോക്ടറാണ്. ഡോക്ടർ ഇന്ന് നമ്മളോട് ആരോഗ്യത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. വെൽക്കം ഡോക്ടർ. നമ്മളിങ്ങനെ നോക്കും. നമസ്കാരം ഡോക്ടർ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടറെക്കുറിച്ച് ഡോക്ടറിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ച്. ഭക്ഷണമാണ് ഔഷധം എന്ന് പഴമക്കാർ പറയാറുണ്ടല്ലേ? അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ശരിക്കും ഭക്ഷണം തന്നെയാണ് ഔഷധം. അങ്ങനെ നമുക്കൊരു റെഫറൻസ് തന്നെ ഉണ്ട്, ആഹാരം മഹാഭൈഷിജ്യം ഉച്യതേ എന്ന് വെച്ചാൽ. അതായത് ആഹാരം തന്നെ ഒരു വൈദ്യന് വേണമെങ്കിൽ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അത് എല്ലാ ശാസ്ത്രത്തിലും, എല്ലാ മെഡിസിനൽ ശാസ്ത്രത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം തെറ്റായ രീതിയിലുള്ള ആഹാരം ഒരാളെ രോഗിയാക്കാം, എന്നാൽ ആ ആഹാരം തന്നെ വളരെ ക്രമീകരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആരോഗ്യം ഫലപ്രദമായി കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, എനിക്ക് പിന്നീട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഭക്ഷണശീലങ്ങളിൽ നമ്മൾ വളരെയധികം മാറിയിട്ടുണ്ട്. ഈ മാറ്റം, അതായത് നമ്മൾ നേരത്തെ പരമ്പരാഗത രീതിയിൽ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇന്ന് നമുക്ക് വേറൊരു ഭക്ഷണ സംസ്കാരമാണ്. ഇത് രോഗങ്ങൾ കൂടുന്നതിന് കാരണമായിട്ടുണ്ടോ? അതെ, കേരളം എല്ലാ കാര്യത്തിലും മുന്നിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ് എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ പുറകിലാണ്. ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഫുഡിംഗ് ആണ്. അതവരിലെ ഒബീസിറ്റിയിലേക്കും അമിതവണ്ണത്തിലേക്കും ഹൈ കൊളസ്ട്രോളിലേക്കും ഹാർട്ട് ഇഷ്യൂസിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇപ്പം, അതായത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല ഭക്ഷണ ഫലങ്ങളായിട്ട് നമ്മൾ വളരെ ഹെൽത്തി ആണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, സീസണലി അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, ചക്കയാണ് കിട്ടുന്നതെങ്കിൽ ചക്ക, അല്ലെങ്കിൽ പപ്പായ ആണ് കിട്ടുന്നതെങ്കിൽ പപ്പായ. അതിനുവരെ നമ്മൾ കിവി, സ്ട്രോബെറി, ഇപ്പോൾ സ്ട്രോബെറി മൂന്നാറിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആൻഡ് എക്സോട്ടിക് എന്ന രീതിയിലേക്ക് പോകാതെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ശീലിച്ചിരുന്ന, കാരണം അത് നമ്മുടെ ബൈ ബർത്ത് നമ്മുടെ ബർത്ത് മാർക്കാണ്, ജെനറ്റിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണം നമ്മുടെ തലമുറ ശീലിച്ച ശീലങ്ങളിലേക്ക് വരുവാണെങ്കിൽ പഴയ ആരോഗ്യം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാനാവും. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന വേറൊരു പ്രതിസന്ധിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ മായം. ഇത് ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? പിന്നെ വളരെ അതെ. അതായത് നമ്മൾ ഏറ്റവും പറയുന്ന മഞ്ഞൾ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ അതിൽ മഞ്ഞളിൽ എത്രത്തോളം അഡിക്റ്റീവായിട്ടുള്ള യെല്ലോ കണ്ടൻറ്റ് ആഡ് ചെയ്ത ഒരു പോയ്സണായിട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നതും. അത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കർശനമായി നിർദ്ദേശിക്കാത്ത തരം കളറിങ് മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ചെറിയ രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം കുരുമുളകിൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് പപ്പായ കുരു ഇടുക, അങ്ങനെയുള്ള അത് ചെറിയ രീതി, നമുക്ക് അത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അനവധി കാര്യങ്ങൾ ആഡ് ചെയ്താണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ മസാല നോക്കിയാലും കാണും ഒരു ടേസ്റ്റ് എൻഹാൻസർ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അജനോമോട്ടോ ആണ്. അപ്പോൾ മസാലകളും എല്ലാ ഭക്ഷ്യവസ്തുവിലും ഒരു പോയ്സണോ അല്ലെങ്കിൽ ഒരു അഡിക്റ്റീവോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര ബാധിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ഡോക്ടർ. അതുപോലെ നമ്മുടെ മാനസിക നിലയും, അതായത് മാനസിക ആരോഗ്യവും നമ്മുടെ ഓവറോൾ ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. ആദ്യമൊക്കെ നമ്മൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ WHO അതിനെ മാറ്റി സ്പിരിച്വൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത്
നിങ്ങളൊരു ആത്മീയ തലത്തിലൂടെ നിങ്ങളുടെ വെൽബീയിങ് ശരിയാക്കിയാലേ ഒരാൾ പൂർണ്ണമായും ആരോഗ്യവാനാകുകയുള്ളൂ എന്ന് ഡെഫിനിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകും മാനസിക നില എത്രത്തോളം നമ്മുടെ ശാരീരിക നിലയെ അഫക്റ്റ് ചെയ്യുമെന്ന്. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ പിന്നെ ഇന്നത്തെ ഒരു ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ആയുർവേദ ഡോക്ടറാണ്, പക്ഷേ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ ആയുർവേദ ചികിത്സ പ്രായോഗികമല്ല എന്നൊരു അഭിപ്രായം ആളുകളുടെ ഇടയിലുണ്ട്. അത് ശരിയാണ്? അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറാത്ത ഞാൻ ഒരു വർഷം CRED എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിരുന്നു, ഗുരു ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞിട്ട്. സ്കിൻ ഡിസീസിലാണ് മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ സ്കിന്നിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്കുള്ള അലോപ്പതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ലാസ്റ്റ്ലി വന്നെത്തുന്നത് സ്റ്റീറോയിഡ്സ് ആണ്. അപ്പോൾ സ്റ്റീറോയിഡൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ഗുരുതരമായി വരികയും രോഗിക്ക് ഒരിക്കലും ആ മരുന്ന് നിർത്താൻ പറ്റാതെ വരികയും ഒരു അവസ്ഥയിൽ പിന്നെ ഏത് സിസ്റ്റത്തിൽ വന്ന് അവർ അടിയറവ് പറയാനും തയ്യാറാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ആയുർവേദം പരീക്ഷിച്ച് അവർക്ക് ഫലപ്രദമാണ് എന്ന് കണ്ടു കഴിയുമ്പോൾ അവരതിലേക്ക് വരും. അപ്പം നമ്മൾ അങ്ങനെ തിരക്കേറിയ ജീവിതമാണെന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്, അതായത് നമുക്ക് ജീവനുണ്ടെങ്കിലാണല്ലോ ഈ തിരക്ക് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 60 വയസ്സിനേക്കുള്ള നാഷണൽ അല്ലെങ്കിൽ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ 35 വയസ്സിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ആരോഗ്യം എന്നുള്ളതിൽ നമ്മൾ മുൻനിർത്തി അത് ഏത് സിസ്റ്റമാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഹോമിയോ ആണ് അല്ലെങ്കിൽ സിദ്ധയാണ് ആയുർവേദമാണോ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് വരാൻ തയ്യാറാകുക. കണ്ണ് ചികിത്സ, അതുപോലെ സ്ത്രീകളിലെ ചികിത്സ, കുട്ടികളിലെ ചികിത്സയൊക്കെ ആയുർവേദം വളരെ ഫലപ്രദമാണ്. അലോപ്പതിയിൽ സ്ത്രീകളിലെ ചികിത്സ ഹോർമോണൽ ചികിത്സ മാത്രം ഉള്ളപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. അതുപോലെ കണ്ണ് ചികിത്സ ഈയിടെ സർക്കാർ അതിന് മുന്നേറ്റം എടുത്തിട്ട് കണ്ണിൻ്റെ ENT മാത്രമായിട്ടൊരു ആയുർവേദ ഹോസ്പിറ്റൽ പരിയാരത്ത് തുടങ്ങാൻ തയ്യാറായി. അതിനർത്ഥം ആയുർവേദ ചികിത്സയിൽ കണ്ണിൻ്റെയും ENT വിഭാഗത്തിൻ്റെയും ഒരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ആ പ്രയോജനങ്ങൾ സർക്കാർ ആശുപത്രി വഴിയോ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് വഴിയോ നിങ്ങൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം കൂടെ ഇതിൽ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത്, കേരളത്തിൽ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ കഥകളിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു വലിയ എസ്സേ എഴുതാൻ അറിയാം എല്ലാവർക്കും. പക്ഷേ യഥാർത്ഥത്തിൽ കഥകളി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് ആയുർവേദവും. ഒരു എസ്സേ എല്ലാവർക്കും എഴുതാനുണ്ട്. ഇവിടുത്തെ ഈറ്റില്ലാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം കേരളമാണെന്നൊക്കെ പറയുമെങ്കിലും ആയുർവേദത്തിന് യഥാർത്ഥമായിട്ട് അറിയില്ല. അപ്പോൾ അറിഞ്ഞ് അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. ഓക്കെ ഡോക്ടർ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. പ്രത്യേകിച്ചും നമ്മുടെ അമ്മമാരും നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇവരെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കുന്നുവെന്ന്. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതെ, സ്ത്രീകൾ എപ്പോഴും അവരുടെ ന്യൂട്രീഷനെ പറ്റിയോ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയോ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അവെയറാണ്, പക്ഷേ എങ്കിലും അധികമായിട്ട് അവെയർ അല്ല. അപ്പം ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ക്യാമ്പയിനിങ് ആണ് ഹീമോഗ്ലോബിൻ സ്ത്രീകളിൽ, കേരളത്തിലെ സ്ത്രീകളിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഭക്ഷണം നന്നായി കഴിക്കുന്ന സ്ത്രീകളുള്ളത്. നമുക്ക് ദാരിദ്ര്യം അധികം ഇല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. എങ്കിലും ഹീമോഗ്ലോബിൻ 7ഉം 8ഉം വരെ നിൽക്കുന്ന സ്ത്രീകളുണ്ട് അധികമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഹെൽത്തിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ടൊരു എക്സസൈസ് ടൈമും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഒരു ആർത്രൈറ്റിക് പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ശരീരം തന്നെ അതിനെതിരായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൂടുതലായും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അതിൻ്റെ മെയിൻ കാരണം ഹെൽത്ത് ശ്രദ്ധിക്കില്ല, പ്രോപ്പറായി എക്സസൈസ് ഇല്ല, അമിതമായ ടെൻഷൻ, അവർക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയത്തില്ല, ഇമോഷണൽ ഇംബാലൻസ്, പിന്നെ വീട്ടുകാരും ഇതിനൊരു പ്രാധാന്യം കൊടുക്കില്ല. നിങ്ങൾ കഴിച്ചോ ഉറങ്ങിയോ എന്നുള്ള ചിന്ത ബാക്കിയുള്ളവരും കൂടെ വീട്ടിലുള്ള സ്ത്രീകളിലേക്ക് നമ്മൾ ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു കരുതലായിട്ടോ അവരിലേക്ക് എത്തിക്കണം. എങ്കിലേ അവരുടെ ഹെൽത്ത്, അവരിൽ നിന്ന് മാത്രമേ നല്ലൊരു ജനറേഷനെ വാർക്കാൻ കഴിയുള്ളൂ. ഓക്കെ ഡോക്ടർ. പിന്നെ നമ്മുടെ ഈ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് സഹായകരമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ ഡോക്ടറെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ യോഗ ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടർ നടത്തുന്ന യോഗ ക്ലാസ്സുകളെ കുറിച്ച് ഒന്ന് പറയുക. അതുപോലെ പറ്റുമെങ്കിൽ ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഡോക്ടറുടെ നമ്പർ
ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിലൂടെ ഒന്ന് പറയുക. അപ്പം അവർക്കൂടെ പ്രയോജനമാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പം അതിനെക്കുറിച്ച് യോഗ, മെഡിറ്റേഷൻ അത് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർക്കൊന്ന് പറയാം. അതായത് ഒരു 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും യോഗ ഒരു എക്സസൈസ് ആയിട്ടാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഏത് സെർച്ച് എൻജിൻസിൽ നോക്കിക്കഴിഞ്ഞാലും ഇതൊരു എക്സസൈസ് മോഡലാണ്, യോഗാസനങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ യോഗയ്ക്കെന്ന് പറയുന്നത് പല പല സ്റ്റെപ്പുകളും പല പല തലങ്ങളും ഉണ്ട്. അതിലൊന്നാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. അത് ഏറ്റവും അവസാനം കൊണ്ടുവരേണ്ട ഒന്നാണ്. അപ്പോൾ ഈ യോഗാസനങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖകരമായിട്ടുള്ള ശരീരത്തിലെ സുഖകരമായിട്ടുള്ളൊരു മനസ്സുള്ളൂ. ഒരാൾക്ക് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കണമെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റണം. അയാൾക്ക് ദേഹം മുഴുവൻ വേദന ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ മാറ്റാനാണ് ഈ ആസനങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടെ കേന്ദ്രീകരിക്കുന്നത് കുട്ടികളിലുള്ള യോഗ. അപ്പം 8 വയസ്സിന് ശേഷമേ കൃത്യമായി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് യോഗയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എങ്കിലും ഞാൻ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വരെ യോഗ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവരെ രസകരമായിട്ട് ഇതുപോലെ ഫോണിൽ നിന്നോ ടി വിയിൽ നിന്നോ സ്ക്രീൻ ടൈം ഒക്കെ എങ്ങനെ കുറയ്ക്കാം, ഒരു ജമ്പിങ് പോലത്തെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് രസകരമായിട്ടുള്ള ചെയ്യാം. അവർ നമ്മൾ വിചാരിക്കുക ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കില്ല എന്ന്. അങ്ങനെ ഹൈപ്പർ ടെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളിലേക്കും നമുക്ക് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ രീതിയിൽ ഞാൻ ഇരുത്തി ചെയ്യിപ്പിക്കാറുണ്ട്. അവർ വളരെ കോൺസെൻട്രേഷനുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രീ സ്കൂൾ. അതുപോലെ തന്നെയാണ് 80-90 വയസ്സുള്ളവർക്ക് ഞാൻ ചെയർ യോഗ കണ്ടക്ട് ചെയ്യാറുണ്ട്, ജെറിയാട്രിക് യോഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നിന്ന് ചെയ്യാനൊക്കെയുള്ള തേയ്മാനങ്ങളുള്ളവരെ നമുക്ക് നിന്ന് ചെയ്യിക്കാൻ പറ്റില്ല, അവരെ ഇരുത്തിയാണ് ചെയ്യിക്കേണ്ടത്. അങ്ങനെയുള്ള യോഗാസനം ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എനിക്ക്, അതിൻ്റെ പേരാണ് ധ്യാന സീരീസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ കുറച്ച് സ്ത്രീകളാണ് കൂടുതൽ. ഞങ്ങൾ ഒന്നിച്ച് 5:30 തൊട്ട് 6 മണി വരെ ഒരു ധ്യാന മെഡിറ്റേഷൻ, കുറച്ച് നമ്മുടെ അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ, പിന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ. അതായത് നമ്മൾ സന്തോഷവതിയാണെന്നൊക്കെ സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക പല രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പ് കൂടെ എനിക്കുണ്ട്. അതിൽ നിന്നുമൊക്കെ അവരൊത്തിരി ആരോഗ്യപരമായും മാനസികപരമായിട്ടും മാറ്റങ്ങൾ വന്നു എന്ന് അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റി ഇപ്പം കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുറേ ഫ്രീ ക്ലാസ്സുകളും ഞാൻ നടത്താറുണ്ട്, പെയ്ഡ് ക്ലാസ്സുകളും നടത്താറുണ്ട്. ഡോക്ടറുടെ നമ്പർ ഒന്ന് ശരി. എൻ്റെ ബിസിനസ് ആ ഗ്രൂപ്പിൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടറെ, വിരുദ്ധ ആഹാരം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ, പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ നമുക്കില്ല. അപ്പം വിരുദ്ധം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒന്നാണ്. അതിൽ 18 തരം വിരുദ്ധങ്ങൾ. ഇപ്പോൾ 18-ാം പടി ശബരിമലയിലുള്ള പോലെ 18 തരം വിരുദ്ധങ്ങളാണ് ശരിക്കുള്ളത്. അതിലിപ്പം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രോധം ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട്, ഏതെങ്കിലും രീതിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട്, സാധാരണ ശരീരം എന്താ ചെയ്യുന്നത്, നമുക്കൊരു ഇംബാലൻസ്, അതായത് നമുക്കൊരു പനി, ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും രീതിയിൽ പുറത്ത് കളയും. പക്ഷേ വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡോസിലായിരിക്കും വരുന്നത്. അതിങ്ങനെ കുമിഞ്ഞുകൂടി ശരീരത്തിന് പുറത്ത് കളയാനും പറ്റില്ല, പക്ഷേ ശരീരത്തിന് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ റിസൾട്ടായിട്ട് ഈവൻ അതായത് ആർത്രൈറ്റിക് കണ്ടീഷൻ വരെ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഏറ്റവും അവസാനം വരുന്നതിനെ നമ്മൾ ഉപദ്രവം എന്നാണ് പറയുന്നത്. ഉപദ്രവ രോഗങ്ങളായിട്ട്, അതുപോലെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉപദ്രവ രോഗങ്ങളായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ അതായത് സമയത്തല്ലാത്ത എന്ത് കാര്യം, സമയത്തല്ലാത്ത ഉറക്കം, അത് ഇൻഫെർട്ടിലിറ്റി റേറ്റ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കുറയ്ക്കാനായിട്ടൊരു കാരണമായിട്ട് നമുക്ക് പറയാം. അതുപോലെ ഒരു ഫുഡ് ഐറ്റമാണ് പാസ്ത. നമ്മൾ അതിലേക്ക് പാസ്ത സോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പാലിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. അപ്പം അതൊന്നും കേരളീയർക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇറ്റാലിയൻ വിഭവമായിട്ടുള്ള പിസ്സ, പാസ്ത ഒക്കെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അങ്ങനെ പല, അതായത് നമ്മൾ ചൂടായിട്ടുള്ള സാധനങ്ങളിലേക്ക് തേൻ ഒഴിക്കുക ഏറ്റവും വലിയ, അതായത് ഒരു വിഷത്തിന് തുല്യമാണെന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വളരെ വലിയ വിരുദ്ധമാണ്. അതായത് നമ്മൾ ചൂട് ചായ, കട്ടൻ ചായയിലേക്ക് വണ്ണം കുറയ്ക്കാനാണെന്നുള്ള രീതിയിലേക്ക് തേൻ ഒഴിക്കുക. ആറിയതിന് ശേഷം, തണുത്താറിയതിന് ശേഷം നിങ്ങൾക്ക് മധുരത്തിന് തേൻ ഉപയോഗിക്കാം, പക്ഷേ ഒരിക്കലും ചൂടായ സാധനങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ ചൂടാക്കി ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങനത്തെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ വിരുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ. അതുപോലെ ഇനിയും ചോദിക്കാനുള്ളത്, ഈ അണുകുടുംബ സമ്പ്രദായമാണല്ലോ ഇപ്പം, അതായത് അച്ഛന്, അമ്മ, മക്കൾ. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രായമായവരുടെ ആരോഗ്യം, നമ്മളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ല മുത്തച്ഛൻ്റെയോ മുത്തച്ഛിയുടെയോ ആരോഗ്യകാര്യത്തിൽ നമുക്ക് കുടുംബാംഗങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം അവരൊന്നും നമ്മളുടെ കൂടെ അല്ല. അപ്പോൾ ഈ അണുകുടുംബ സമ്പ്രദായം
ഈ പ്രായമായവരുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? അതെ, അവർ ശരിക്കും ഒത്തിരി ഐസൊലേറ്റഡ് ആയി പോവുകയാണ്. അതായത് അവർക്ക് വരുന്ന കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഈവൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് പോലും അവർക്കൊന്ന് തുറന്നു പറയാൻ മക്കൾ അടുത്തില്ല. എല്ലാവരും കാനഡയിലോ അങ്ങനെയുള്ള വെളി രാജ്യങ്ങളിലായിരിക്കും. അഥവാ കൂടെയുള്ളവർ തന്നെയാണെങ്കിലും മിക്കവാറും ആൾക്കാർ വേറെ വീടുകളിലായിരിക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ സപ്പോർട്ടിനേക്കാൾ അവർക്ക് കൂടുതൽ വേണ്ടത് മെൻ്റൽ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ചിലപ്പം കൂടെ താമസിക്കാൻ പറ്റിയില്ല എങ്കിലും അവരെ ഒരു പ്രാവശ്യം വിളിക്കുക, അങ്ങനെ ഒരു മെൻ്റൽ ഇഷ്യൂസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരു കൺസേൺ അവരിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ. പിന്നെ കൂടെ താമസിക്കാൻ പറ്റുന്നവർക്ക് കൂടെ താമസിക്കുക എന്നൊക്കെയാണ് ഇതിനുള്ള പരിഹാരം. ഓക്കെ ഡോക്ടർ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് പണ്ടത്തെ പോലെ സ്ഥലമില്ല, കാടുകൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനുള്ള ചേരുവകൾ സസ്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. അത് കൃത്യമായിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം പ്യുവർ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും പരിതാപകരമായൊരു കാര്യമാണ്. അതായത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചില കമ്പനീസിൻ്റെ അല്ലാതെ തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് ലൈസൻസ് ആവശ്യമില്ല ആയുർവേദ മരുന്നിന്. അത് വളരെ ക്വാളിറ്റി കുറഞ്ഞതും അതിലേക്ക് ഒത്തിരി അഡിറ്റീവ്സും അലോപ്പതി മരുന്നുകളുടെ മിക്സും ഒക്കെ തെളിഞ്ഞ ഒരു ഇതാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനും പലർക്കും അറിയുകയുമില്ല ചില കമ്പനീസ് അങ്ങനെയാണെന്ന്. അപ്പം അത് വളരെ മരുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു ക്രൈസിസാണ്. നമുക്ക് മുന്നിൽ വരുന്ന രോഗിക്ക് കൊടുക്കുന്ന മരുന്നിന് ഫലപ്രദമായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത മരുന്നിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. ആ ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണ് നമുക്ക് പലതിനും ആ ഒരു റിസൾട്ട് പണ്ടത്തെ പോലെ. നമ്മൾ പണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇന്ന കഷായം വെച്ചിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ഇത് മാറി, വാദം മാറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഇന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത കാര്യം നമ്മളാരും മരുന്ന് ഉണ്ടാക്കാത്തതും അതുപോലെ തന്നെ ഈ സസ്യങ്ങളുടെ ലഭ്യതക്കുറവും തന്നെയാണ്. അപ്പം അതിൻ്റെ പരിഹാരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ചെറിയ രീതിയിൽ അവരവരുടെ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് കമ്മ്യൂണിറ്റി ആയിട്ടും അവരവർ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു സാമ്പത്തികമായി വലിയൊരു ബാധ്യതയാണ്. നമുക്ക് അത്രത്തോളം ഒരു ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വിശ്വസ്തമായ കമ്പനിയുടെ പ്രോഡക്ട്സ് ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. ഓക്കെ ഡോക്ടറെ, അപ്പം ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ ഇനിയും ഇതുപോലുള്ള നമ്മളുടെ പ്രേക്ഷകർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സമയം തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത്രയൊക്കെ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്. വിനോദ് സാറിനെ പറ്റി ഞാൻ കേട്ടത് ഇങ്ങനെ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരു സപ്ലിമെൻസിൻ്റെ ഒക്കെ എന്തോ ഒരു ചെറിയ രീതിയിൽ ഒരു സെയിൽസും അങ്ങനെ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്കറിയാൻ താല്പര്യമുണ്ട്. താങ്ക് യു ഡോക്ടർ. അങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ പേര് തന്നെ ഹെൽത്തി പീപ്പിൾ എന്നാണ്. അതായത് ഏറ്റവും ആദ്യം ആരോഗ്യം, അതായത് സബ്സേ പഹലെ ഗ്രഹത്ത് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയുമായിട്ട് ആണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാണ്. അതായത് ഒരു 100% ഇന്ത്യൻ പ്രോഡക്റ്റും അതുപോലെ 100% വെജിറ്റേറിയൻ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് പല സെഗ്മെൻ്റ് ഉണ്ട്. പക്ഷേ മനുഷ്യനോ പ്രകൃതിക്കോ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്ന ഒരു സാധനവും നമ്മളുടെ കമ്പനി മാർക്കറ്റ് ചെയ്യത്തില്ല, അല്ലെ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നുള്ളത് 100% എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ പെയിൻറ്റുകൾ പോലും നമുക്ക് പ്രകൃതിക്കോ മനുഷ്യനോ ഒന്നും ഹാനികരമല്ലാത്ത ഉണ്ട്. ഞങ്ങൾക്ക് തുളസി പെയിൻ്റ് എന്ന് പറഞ്ഞ പ്രൈമറി പുട്ടി എമൽഷൻ ഉണ്ട്. ഇതിനകത്ത് VOC കണ്ടൻറ്റ്, വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വളരെ കുറവാണ്. അതുപോലെ മനുഷ്യന് ഹാനികരമായിട്ടുള്ള മെർക്കുറി, അതുപോലെ ആസിഡ്, ആൽക്കലി, ഇങ്ങനെ തുടങ്ങിയ ഒരു വസ്തുക്കളുമില്ല. അപ്പോൾ പെയിൻറ്റിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല. അവർ പരസ്യമൊക്കെ കണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് പെയിൻറ്റ് മേടിച്ച് ഉപയോഗിക്കുന്നു. പക്ഷേ ആ പെയിൻ്റ് അടിച്ച മുറിക്കുള്ളിലാണ് നമ്മൾ ജീവിതം തള്ളി നീക്കുന്നതെന്നുള്ള കാര്യം അവരറിയുന്നില്ല. വർഷങ്ങളോളം ഇതിനകത്തുനിന്ന് ഈ VOC, വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എവാപ്പറേഷൻ നടക്കും. ഇത് നമുക്ക് ശ്വാസകോശ അലർജി മുതൽ
ഈവൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളുടെ പെയിൻറ്റിൽ ഈ VOC കണ്ടൻറ്റ് വളരെ കുറവാണ്. നമ്മളുടെ തന്നെ കമ്പനി ഉണ്ടാക്കിയ ഒരു VOC ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ ഞങ്ങൾ ഇപ്പം ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു ഡിവിഷനുണ്ട്. 4 അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു ഡിവിഷനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2 അവാർഡ്, GEC കമ്പനിയുടെ GEC കൺട്രീസിൻ്റെ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു കമ്പനിയാണ്. ഇതിനകത്ത് ധാരാളം പ്രോഡക്റ്റ് ഉണ്ട്. ഇതെല്ലാം ക്ലിനിക്കലി പ്രൂവൺ പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഡോക്ടറിന് അറിയാമല്ലോ ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളൊരു വലിയൊരു ക്യാമ്പയിനിലാണ്. അതായത് ഞങ്ങൾക്ക് ന്യൂട്രിചാർജിൽ വുമൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ്, പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റാണ്. 58 ന്യൂട്രിയൻസ് ഇതിനകത്തുണ്ട്. പിന്നെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നമ്മുടെ എന്താ പറയുക, ഇത് മെഡിക്കൽ ഓർഗനൈസേഷൻ പറയുന്ന ആ ഒരു അനുപാതത്തിൽ ആണ് നമുക്ക് ലഭിക്കുക. അപ്പം 160 കോടി ഇന്ത്യൻ യുവതികളിലേക്കും അമ്മമാരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ ഞാനും ഭാഗഭാക്കാണ്. അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് ഞാൻ ഒരു ന്യൂട്രിചാർജ് വുമണ് തരുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒരു ലീഫ്ലെറ്റും തരും. ഇത് അങ്ങേക്ക് കൈമാറുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ വളരെ കാലം ജോലി ചെയ്തിരുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ മോഹനചന്ദ്രൻ എന്നാണ്. അപ്പം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റും ലീഫ്ലെറ്റും ഡോക്ടർക്ക് തരുന്നതായിരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്ത് നിന്നോ? ഇല്ല, അവരെ നിന്നോ. താങ്ക് യു മോഹനേന്ദ്രൻ സാർ. ഓഫ് ചെയ്തു.